ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ഇടുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഏപ്രിൽ 2 ദ വാഴ 2 കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അറിയാമല്ലോ, ഏപ്രിൽ 2 വേറൊരു സിനിമ റിലീസ് ചെയ്യുന്നതായിരുന്നു. നമ്മുടെ അറിയാമല്ലോ, ലാലേട്ടൻ്റെ ദൃശ്യം 3. അതെന്തോ കാരണം കൊണ്ട് മറ്റേ വാറാണെന്ന് തോന്നുന്നു, വാറ് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് റിലീസ് മാറ്റി വെച്ചത്. പക്ഷേ ഇത് വാഴ 2 റിലീസ് മാറ്റിയില്ല. അതൊന്നും ആലോചിക്കുമ്പോഴാണ് ഇത് ദൃശ്യം 3 എന്തുകൊണ്ട് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതെന്തായാലും മാറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 വാഴ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും കാണാൻ വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഏരീസ് ഫ്ലക്സ് തന്നെ. അപ്പോൾ എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. ഇത് ഹാഷർ ടീംസ് ആണല്ലോ, ഹാഷർ ടീംസ് ഉണ്ട്, അതുപോലെ തന്നെ അല്ലമീൻസ് ടീംസ് ഉണ്ട്, നമ്മുടെ കുഡോസ് ഫൈൻസിലെ ആൾക്കാരില്ല, അവരാണ് അല്ലമീൻസ്. ആ പയ്യന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ ഫുൾ ഓളമായിരിക്കും പടം. എനിക്ക് ഫസ്റ്റ് വാഴ 1 എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. എന്നാൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് വാഴ 1 തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പ്രതീക്ഷയുണ്ട് വാഴ 2 ഇല്ല. ആ വാഴ 1 ക്ലൈമാക്സിൽ നമ്മുടെ ഹാഷറാൻ ടീംസിനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ടീംസാണല്ലോ കൂടെ നമ്മുടെ അല്ല മീൻസ് ആ കുഡോസ് ഫൈൻസിലെ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട്, നല്ല രീതിയിൽ ഓളമായിരിക്കും തിയേറ്ററിൽ. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് പറയാം, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്തായാലും. അപ്പോൾ നല്ല ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഷോ. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. വേറെ ഒരു റിവ്യൂസും കേട്ടിട്ടില്ല. അതായത് ഫ്രഷ് ആയിട്ട് വന്ന് കാണുന്ന സിനിമയാണിത്. രാവിലെ ഒരു റിവ്യൂസും കാണാതെ ഫ്രഷ് ആയിട്ട് വന്ന് കാണുന്ന സിനിമയാണിത്. അപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ എന്ന് തന്നെ പറയാം. അതായത് ഫുൾ വൈബ് പറയുന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ പിള്ളേരുടെ ആ ഒരു ഹാഷറാൻ ടീംസ്, അതുപോലെ തന്നെ എല്ലാം, പിന്നെ ഫസ്റ്റ് പറഞ്ഞ മറ്റേ കുഡോസ് ഫൈൻസിലെ ആൾക്കാർ എല്ലാം വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. വേറെ ലെവൽ സാധനം. ഇതിനകത്ത് ആ കുറേ സീനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മെയിൻലി 2 സീൻസൊക്കെ ഉണ്ട്. ഏതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഒരു തിയേറ്റർ സീൻസ് ഉണ്ട്, തിയേറ്റർ സീൻ. അത് കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സ്കൂളിനകത്ത് നടക്കുന്ന കുറേ സീനുണ്ടായിരുന്നു. അതൊക്കെ വേറെ ലെവൽ. ചിരിച്ച് മറിഞ്ഞ തിയേറ്റർ സീനാണ് ഏറ്റവും ചിരിച്ച സീൻ എന്ന് പറഞ്ഞാൽ. അത് വേറെ ലെവൽ സാധനം എന്ന് തന്നെ പറയാം. കണ്ടവരെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് എന്തായാലും ആ സീൻ വേറെ ലെവൽ സാധനം തോന്നിയത്. നല്ല രീതി ഇഷ്ടപ്പെട്ടു എനിക്ക് ആ തിയേറ്റർ സീൻ. അതുപോലെ ഫസ്റ്റ് ഫുൾ ഓൺ പടം തന്നെ പറയാം, പിള്ളേരുടെ പടം. പിന്നെ ഇനി പിള്ളേരുടെ പടം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു വൈബിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പയ്യന്മാർക്കും ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല രീതി ഇഷ്ടപ്പെടും. അല്ലാതെ എന്തായാലും നമുക്ക് പിള്ളേർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ സിനിമ, സ്റ്റുഡൻസായിട്ട് കൂട്ടുകാരായിട്ടൊക്കെ വന്നാൽ അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് എൻജോയ് ചെയ്യാൻ പറ്റും. ആട് 3 എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. എനിക്ക് ആട് 3 കൊള്ളില്ലെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ കുറച്ചും കൂടെ നല്ല വൈബ് അടിച്ച് കാണാൻ പറ്റിയ ആ ഒരു പുതിയ ഒരു സ്കൂൾ വൈബ്, ആ സ്കൂൾ വൈബ് നമ്മുടെ ആ ടൈപ്പുള്ള വൈബിൽ കണ്ട നല്ല വേറെ ലെവൽ സാധനം. പിന്നെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമ്മുടെ മറ്റേ സ്കൂൾ ജീവിതത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ മറ്റേ ഡ്രഗ്സ് ഉപയോഗങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. അതിനി സെക്കൻഡ് ഹാഫിലേക്ക് തന്നെ വരുന്നത്. എന്നാലും ആ ഫസ്റ്റ് ഹാഫ് വരെ കാണിച്ച സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു, ആ തിയേറ്റർ സീനും ആ സ്കൂളിൽ ഇൻ്റർവെൽ എടുക്കുമ്പോഴുള്ള സീനും വേറെ ലെവൽ സാധനം. ചിരിച്ച് പറഞ്ഞാൽ ഇൻ്റർവെൽ ആവുമ്പോൾ അല്ല ഇത് വേറെ സംഭവമാണ്, പക്ഷേ എന്നാലും ആ ഇൻ്റർവെൽ ആവുന്ന വരെ വേറെ ലെവൽ സാധനം വരുന്നു. നല്ല രീതിയിൽ വൈബ് അടിക്കാൻ പറ്റും ഫസ്റ്റ് ഹാഫ്. കൂട്ടുകാരായിട്ട് പോവുക, എന്നാലേ കുറച്ചും കൂടെ നല്ല രീതിയിൽ വൈബ് അടിക്കാൻ പറ്റും. എന്തായാലും ഹാഷറാൻ ടീംസ് ഫസ്റ്റ് ഹാഫ് വെറുപ്പിച്ചിട്ടില്ല, വേറെ ലെവൽ സാധനം തന്നെ പറയാം ഫസ്റ്റ് ഹാഫ്. അതുപോലെ തന്നെ കുഡോസ് ഫൈൻസിലെ ആൾക്കാർ നല്ല അവരുടെ 2 പേരുടെയും കോമ്പോസും കോമഡീസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫോടെ ഉണ്ട്, ബാക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ കേസ് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ വിജയ് ബാബു നമ്മുടെ സ്കൂളിൽ ഒരു സാറായിട്ട് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ആ സാർ എന്നുള്ള രീതിയിൽ ആ വേഷം വിജയ് ബാബു നല്ല രീതിയിൽ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ആ ഫസ്റ്റ് ഹാഫിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ആ സീൻ നല്ല രീതിയിൽ നമുക്ക് ആ സത്യം പറഞ്ഞാൽ സാർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ആവും. ആ സിനിമ കാണുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ആ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ അതായത് സാറിൻ്റെ വേഷമാണ്, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. കണ്ടിട്ട് എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ പറയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം.
അങ്ങനെ കേസ് പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഹാഫ് പോലെ കോമഡി അല്ല സെക്കൻഡ് ഹാഫ് കുറച്ച് തുടങ്ങി കുറച്ച് വരെ കോമഡിയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമോഷണൽ രീതിയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ വാഴ 1 പോലെ തന്നെ വാഴ 2-ലും നമ്മുടെ എന്താ പറയുക അതേ സെയിം കോൺസെപ്റ്റ് തന്നെ, പക്ഷേ വേറെ വെറൈറ്റിയിൽ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നു, എനിക്ക് വാഴ 1-നെക്കാട്ടിലും എനിക്ക് വാഴ 2 ആണ് ഇഷ്ടപ്പെട്ടത്. അതായത് 1 കൊള്ളൂലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്തോ 2 ആണ് എനിക്ക് കുറച്ചും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 2 കുറച്ചും കൂടെ കൊള്ളാൻ തോന്നി എനിക്ക്. അപ്പോൾ എന്തായാലും നല്ല കുറച്ച് ഇമോഷണലാണ് സെക്കൻഡ് ഹാഫ്. നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കാണുമ്പോൾ നമുക്കും കൂടെ നല്ല രീതിയിൽ ഇമോഷണലി നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ. അതായത് ഫസ്റ്റ് ഹാഫ് ഫുൾ ഓൺ പടമാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് നല്ല കോമഡി, കുറച്ച് ഇമോഷണൽ, നല്ല മെയിൻലി സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണൽ രീതിയിലാണ് പിടിച്ചിട്ടുള്ള. ചില ഇമോഷൻ നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. ഒരു BGM ആയാലും നല്ല രീതിയിൽ നമുക്ക് മറ്റേ ഹൃദയം മുറിയും ആ പാട്ടൊക്കെ ഇല്ല, നല്ല രീതിയിൽ ആ പ്ലേസ്മെൻറ്റ് നല്ല രീതിയിൽ ആ പാട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ ഫസ്റ്റിൽ കേട്ട പോലെ. എനിക്ക് എന്തായാലും പടം ഫസ്റ്റ് ഫുള്ള് കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തായാലും സന്തോഷം, തൃപ്തിയായത്. അതായത് ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട സിനിമ, അതായത് ഞാൻ വലിയ പ്രതീക്ഷ വന്ന് കണ്ട സിനിമ ആട് 3. പക്ഷേ അതെനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആയില്ല. പക്ഷേ എന്നാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് കൊള്ളാം. പക്ഷേ അതുകൊണ്ട് ഇത് ഒട്ടും പ്രതീക്ഷയില്ല. എന്നാലും ആ റീൽസിൽ കണ്ട നമ്മുടെ ഹാഷിറായാലും ലമീൻസ് ആയാലും അവരെ കൊണ്ടുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട. അതായത് എന്തായാലും കാണാൻ വിചാരിച്ചു. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് മുതലേ അതായത് ഡിസപ്പോയിൻറ്റിംഗ് ആയില്ല. എനിക്ക് എന്തായാലും പറയാൻ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും ബാക്കിയുള്ളവർക്ക്. അതിൽ കാണുക, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കാണുക. മാക്സിമം ഫ്രണ്ട്സായിട്ട് തന്നെ പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ ക്രൗഡുള്ള തിയേറ്ററിലും പോയി കാണുക. മാക്സിമം AC വന്ന് കണ്ട ആ ഒരു ക്രൗഡ് എന്തായാലും കിട്ടും. എന്തായാലും എനിക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ട നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പടം മൊത്തത്തിൽ കൊള്ളാം. നമ്മുടെ വിപിൻദാസാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസറും റൈറ്ററും. നല്ല രീതിയിൽ റൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 1 പോലെയൊക്കെ തന്നെ 2 സെയിം കഥ തന്നെ. അതായത് പഠിത്തം ആ ഒരു 4 പേര് നടക്കുന്ന ഗ്യാങ്ങിൽ അങ്ങനെ പഠിത്തത്തിൻ്റെ രീതി തന്നെ പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഡ്രഗ്സ്, മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സിനിമ കാണുക, എന്തായാലും ഇഷ്ടപ്പെടും. അതായത് മുതലാവും. അതായത് ഫ്രണ്ട്സായിട്ട് പോകാൻ വീണ്ടും പറയുന്നത് ഫ്രണ്ട്സായിട്ട് തന്നെ പോവുക. ആ ഒരു വൈബ് എന്തായാലും മിസ്സാക്കരുത്. ഫ്രണ്ട്സായിട്ട് പോയാൽ കിഡ് വൈബായിരിക്കും. മിനിമം ഒരു 5-6 പേരുള്ള ഫ്രണ്ട്സായിട്ട് പോയാൽ വേറെ ലെവൽ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ആയാലും നമ്മുടെ വിപിൻദാസ് ആയാലും നല്ല രീതിയിൽ റൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അതായത് ആ ഒരു ജെൻസി വൈബിന് വേണ്ടി പറ്റിയ സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ കുറച്ച് ഇമോഷണൽ കൂടിപ്പോയെന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പടം കണ്ടു കഴിയുമ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, പടം കൊള്ളാം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കുറച്ച് ഇമോഷണൽ നല്ല രീതിയിൽ കൂടിപ്പോയെന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നി. 2:45 വേണമെന്നില്ല, 2.5 മണിക്കൂറിൽ 15 കുറച്ച് 2.5 മണിക്കൂറിൽ തീർക്കാമായിരുന്നു. പക്ഷെ എന്നാലും പോട്ടെ, പടം ഫുൾ ക്ലൈമാക്സ് വേറെ ലെവൽ. പറയുന്നത് ക്ലൈമാക്സ് വേറെ ലെവൽ സാധനം. ക്ലൈമാക്സിൽ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ കാണുക, അത്ര തന്നെ. എന്തായാലും തിയേറ്ററിൽ മിസ്സാക്കരുത്. OTTയിൽ വന്ന് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും തിയേറ്ററിൽ വന്ന് ഇത് തന്നെ കാണുക, ക്രൗഡായിട്ടുള്ള തിയേറ്ററിൽ തന്നെ വരുന്ന കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ തന്നെ വരാം. എന്താ പറയുക, ഇന്നായിരുന്നല്ലോ ദൃശ്യം 3 റിലീസ് ആവേണ്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും അത് മാറ്റി മെയ് 21 അതുപോലെ തന്നെ പേട്രിയോട്ടും മാറ്റി മെയ് 1 അപ്പോൾ ഇനി എല്ലാം മെയിലെ സിനിമയുള്ളൂ. ഇനി പള്ളിച്ചട്ടമ്പി എനിക്ക് തോന്നുന്നു 10-ാം തീയതി തോന്നുന്നു, ഏപ്രിൽ 10. അപ്പോൾ എന്തായാലും അത് പറ്റുമെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.